ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത്. നമ്മളെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പാപ്പുമോളെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസും കുറച്ച് കുക്കിംഗ് കേട്ടോ, ഓവറായിട്ട് കുക്കിംഗ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇന്ന് കുറച്ച് പുറത്തെ വിശേഷങ്ങളാണ് കൂടുതൽ. നന്ദുമോളെ എന്താ പറയുക, സ്കൂളിൽ പോകേണ്ട വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ്. അപ്പോൾ പാപ്പുവിന് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കുറച്ച് സുഖമില്ലായ്മയുണ്ട് പാപ്പുവിന്. അപ്പോൾ അത് നേരെ ഇന്ന് രാവിലത്തെ അടുക്കള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ചായേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായക്കുടി എല്ലാം കഴിഞ്ഞിന്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയതൊക്കെ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കത്തിക്കാൻ വേണ്ടി ചേരിയൊക്കെ വെച്ച് കൊടുത്തണേ, കത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പാപ്പുവിൻ്റെ അടുത്തേക്ക് നേരെ വന്നതാണ് കേട്ടോ. പാപ്പുവിനൊന്ന് തീരെ വയ്യ. 2 ദിവസമായിട്ട് പാപ്പുവിന് ഭയങ്കര ഛർദിയാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷൻ കേട്ടോ. ഒന്നും തിന്നണമൊന്നുമില്ല 2 ദിവസമായിട്ട്. അപ്പം വിരശല്യം കൂടിയിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഗുളികയൊക്കെ കൊടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഗുളികയൊക്കെ കൊടുത്തുന്ന ആൾക്ക്. അപ്പോൾ ഇന്നും രാവിലെ തൊട്ട് ഛർദി തന്നെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. അങ്ങനെ തിന്നാതെ ഇരിക്കലില്ല ഓള്. കുറച്ചൊക്കെ തിന്നു. ഓവർ തിന്നണ ഒരാളൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ തിന്നു. അതും കൂടി ഇന്ന് തിന്നാതെ ആയപ്പം ഭയങ്കരമായിട്ടൊരു വിഷമം. അപ്പം ഞാൻ ഓളെ കൊലായിലൊന്ന് കെട്ടിയിട്ടതാണ്. കൊലായിൽ കെട്ടിയിട്ടപ്പോൾ ആൾ പടിയുമ്മിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരയുക. അപ്പം ഞാൻ പടിയുമ്മിൽ ഇരിക്കുക ഇനി കുറച്ച് നേരമായിട്ടേ. അപ്പോൾ ഓൾക്കും പടിയുമ്മിലേക്ക് വന്ന് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറ്റി വെച്ച് കൊടുത്തതാണ് കേട്ടോ. നമ്മളെ കാല് വന്ന് ഇങ്ങനെ പിടിക്കും, എന്നെ കയറ്റ് എന്നുള്ള രീതിക്ക്. അങ്ങനെ ഞാൻ ഓളവിടെ കയറ്റി വെച്ച് കൊടുത്തിട്ടോ. കയറ്റി വെച്ച് കൊടുത്താൽ അവൾ എത്ര വേണേലും അവിടെ കിടക്കും ഇരിക്കുകയൊക്കെ ചെയ്യും. ഒരു ശല്യം ചെയ്യൂല കേട്ടോ. എത്ര നേരം വേണേലും കിടന്നോളൂ. അപ്പം ചങ്ങല കുടുക്കിയിട്ടിട്ടില്ല. അപ്പോൾ ആരെയും കണ്ടാൽ ഓടിപ്പോകുമെന്നും ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചങ്ങലൊക്കെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം വെള്ളം കുടിക്കാനൊക്കെ ഒരു മടി പോലെ, എന്താണെന്നറിയില്ല, എന്തോ അസുഖം ഒന്നും പിടികിട്ടില്ല. അപ്പോൾ നാളെ ഒന്നും ഓളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. ഓളെ കൊണ്ടുപോകണം, ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകണം. പഞ്ചേട്ടന് നാളെ എന്തായാലും ലീവാണ്. അപ്പോൾ രാവിലെ അതാ പുട്ടും മീനൊക്കെ കുഴച്ച് വെച്ച് കൊടുത്തതാട്ടോ. അതൊന്നും തൊട്ട് പോലും നോക്കിയിട്ടില്ല ആൾ. അപ്പം കുറച്ച് പാല് കൊണ്ടുവന്ന് കാച്ചി കൊടുത്താലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ഇന്നിങ്ങനെ പോട്ടെ, വൈകുന്നേരം എന്തായാലും ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം പാലിൻ്റേത് പറഞ്ഞ്. ഉച്ചയ്ക്ക് ചോറും കൊടുത്തു നോക്കാമല്ലോ. അപ്പോൾ രാവിലത്തേതാണ് ആൾ തിന്നാതെ ആയത്. അപ്പോൾ ഇതേപോലെ ഉച്ചയ്ക്ക് ചോറ് എടുത്തപ്പോഴും ആൾക്ക് വേണ്ട കേട്ടോ. ഇന്നും മത്തിക്കറി ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ അത് കൊടുത്തു നോക്കിയപ്പോഴും ആൾക്കൊന്നും വേണ്ട സംഭവം. അപ്പോൾ എന്തായാലും നല്ല ക്ഷീണത്തിലാണ്. 2 ദിവസമായിട്ട് നല്ലോണം അങ്ങോട്ട് ആൾ മെലിഞ്ഞും പോയിട്ടോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എടുത്തെടുത്ത് നായ്ക്കുട്ടീൻ്റെ കാര്യം പറയണത് വെച്ചാൽ നമ്മളൊരു മക്കളെ പോലെ നോക്കണതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പാപ്പുമോളെ വിഷയം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞങ്ങൾ ഓളെ അച്ഛനും അമ്മയും ചേച്ചിയും ഏട്ടനും ആ ഒരു നിലയ്ക്കാണ് കേട്ടോ ഞങ്ങൾ ഓളെ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ അച്ഛൻ അതാ വരുന്ന ടാട്ട വരുന്നുണ്ട്, ചേച്ചി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു ശ്രദ്ധയാണ് കേട്ടോ. അപ്പോൾ ഓടി വന്ന് നോക്കും ചെയ്യും. ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ നന്ദുമോളോ അബിയോ പറയും അച്ഛനും അമ്മേതാ വരുന്നതെന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ഓടി വരും. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുള്ളൊരു നായ്ക്കുട്ടിയായിട്ടത്. നായ്ക്കുട്ടിയല്ല, പട്ടിക്കുട്ടിയാണ്, പെണ്ണാണ്. അപ്പോൾ അതുപോലെ നന്ദുമോൾ ട്യൂഷൻ കഴിഞ്ഞ് വരാനാണെങ്കിൽ നന്ദുമോളെയും കാത്ത് കൊലായിലിരിക്കും. അബി എവിടെയും പോയി വരാൻ നേരം വയ്ക്കുക അബിനെയും കാത്ത് കൊലായിലിരിക്കും. അങ്ങനെയൊക്കെ അമ്മനോടും ഭയങ്കര സ്നേഹമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഓളങ്ങനെ വയ്യാതെ ആയപ്പോഴേ ഭയങ്കര ടെൻഷൻ. പിന്നെ റോക്കിമോനും 2 ദിവസമായിട്ട് ഇതേപോലെ ഭക്ഷണം കഴിക്കലില്ല. അപ്പോൾ റോക്കിമോനും കൊടുത്ത് വരേൻ്റെ ഗുളിക ഇന്നലെ രാത്രി മീൻ കറി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഗുളിക പൊടിച്ചിട്ട് അങ്ങനെ പൊടിയാക്കി മീൻ ഉരുളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. അങ്ങനെ അവർ കഴിക്കുള്ളൂ. ഗുളികയായിട്ട് കൊടുത്താലൊന്നും നായ്ക്കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത് ഇപ്പോൾ അതാ ഇന്ന് ആക്കൊന്ന് ശരിയാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ആ ഒരു ദുഃഖത്തിലേക്കാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അടുക്കളയിലെ കാര്യങ്ങളും നോക്കണം. ഉച്ചയ്ക്ക് ശേഷം നന്ദുവിൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോവാണ്ട്, പ്രോഗ്രസ് കാർഡ് വിതരണമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ഇന്ന് വീട്ടിലുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ കറിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ അരിയൊക്കെ ഇട്ട് കൊടുത്തുന്നിട്ട് അമ്മ. അപ്പോൾ അമ്മ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മ മീനൊക്കെ പോയി വാങ്ങി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്ന് മത്തിയാണ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മ മീനൊക്കെ മുറിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വെള്ളം കൊണ്ടുവരലും അടിച്ചു വരലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചോറിന് വെള്ളമൊക്കെ വെച്ചതാണ്. പിന്നെ അമ്മ അരിയിട്ട് അമ്മ മീൻ വാങ്ങി കൊണ്ടുവന്ന് മീനൊക്കെ മുറിക്കുകയാണ്. ഇനി അത് അമ്മ കറി ഉണ്ടാക്കിക്കോളൂല്ലോ. അപ്പോഴേക്കും എനിക്ക് എൻ്റെ പണികളൊക്കെ കഴിക്കാമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടിയൊക്കെ അമ്മ ഇവിടെ മീൻ മുറിക്കണതിൻ്റെ ആ സ്മെല്ല് കേട്ടപ്പോഴേ വന്ന് കരയിലൊടുങ്ങി കേട്ടോ. ഒന്ന് മാത്രമല്ല 5-6 എണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണുന്നില്ല. ആദ്യം കുട്ടികളാണ് എത്തിയത്. അപ്പോൾ അമ്മ പീടികയിൽ പോയി വരുമ്പോൾ കുറച്ച് പഴം കൊണ്ടുവന്നിട്ട് കുറച്ച് ബീൻസും കൊണ്ടുവന്നണേ. പഴം ഇവിടെ പുട്ടുണ്ട്, ആ പുട്ടിലേക്ക് തിന്നാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാനും. അപ്പോൾ അതാ ഞാൻ വേഗം ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ, ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മളെ കുറേ ആൾക്കാരൊന്ന് വിളിച്ചിട്ടൊക്കെ ഉണ്ടേനി. അപ്പോൾ അതാ പിന്നെ കുളിയും തിരുമ്പലും കഴിഞ്ഞ് ചോറ് തിന്നലൊക്കെ കഴിഞ്ഞൊരു 3 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളായിട്ടത്.
അപ്പോൾ ഞാനൊന്ന് ഒരുങ്ങാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മീറ്റിങ്ങിന് പോവാണ്ടെന്ന്. പ്രോഗ്രസ് കാർഡ് വിതരണമാണ്. ഇപ്പം ക്ലാസ് പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിനൊക്കെ മാർച്ചിൽ പരീക്ഷയല്ലേ, മെയിനായിട്ടുള്ള പരീക്ഷയല്ലേ. അപ്പോൾ ക്ലാസ് പരീക്ഷകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓൾക്ക് ക്ലാസ് പരീക്ഷകളുണ്ട്. അതിൻ്റെ പ്രോഗ്രസ് കാർഡൊക്കെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ പോയില്ലെങ്കിൽ മക്കൾക്ക് അതൊരു വിഷമമാകും. അതുമല്ല മക്കളെ കാര്യത്തിനല്ലാതെ പിന്നെ നമ്മൾ എന്ത് കാര്യത്തിനല്ലേ പുറത്തൊക്കെ പോവാൻ സത്യത്തിൽ ഉച്ചയ്ക്കൊരു മടിയുണ്ടേനി കേട്ടോ. ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ. അതുകൊണ്ട് വെയിൽ കൊണ്ടുവന്നാൽ ഭയങ്കര ഒരു തളർച്ച കേട്ടോ. തളർച്ചയാണ്, ക്ഷീണമാണ്, അതൊക്കെയാണ്. അപ്പോൾ വന്നാൽ പിന്നെ കുറച്ച് കിടക്കേണ്ടി വരും. ആ ഒരു മടി കൊണ്ട് പോവില്ല വിചാരിച്ചതാണ്. എന്നാലും ഒരൊറ്റ മീറ്റിങ്ങും ഒഴിവാക്കൂല കേട്ടോ. അബി പഠിക്കുന്ന കാലത്തായാലും +1 +2 ഒക്കെ അബി ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അവൻ പഠിക്കുന്ന കാലത്തായാലും ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോകും കേട്ടോ. മക്കൾക്ക് അതൊരു ഇതല്ലേ, എല്ലാ കുട്ടികളുടെ ഇടയിലും ഒരു നാണക്കേടല്ലേ നമ്മളെ അമ്മ മാത്രം വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ഞാനത് പണിക്ക് പോണ സമയത്തായാലും ഞാൻ പണി ലീവാക്കി ഓലെ മീറ്റിങ്ങിനൊക്കെ പോവലുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പഠിപ്പിച്ച മാഷ്മാരൊക്കെ തന്നെയാണ് ഇപ്പം സ്കൂളിൽ നന്ദുമോളെ പ്രിൻസിപ്പളായിട്ടൊക്കെ ഉള്ളത്. അന്ന് ഞങ്ങൾക്ക് 8ലും 9ലും 10ലൊക്കെ പഠിപ്പിച്ച മാഷാണ് ഇപ്പോൾ നന്ദുമോളൊക്കെ പ്രിൻസിപ്പാൾ. അപ്പോൾ മാഷ്ക്കൊക്കെ ഞങ്ങൾ അറിയുകയും ചെയ്യാം. പിന്നെ നന്ദുമോൾ കുഴപ്പമില്ലാതെ പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് പോവാൻ മടിയൊന്നുമില്ല. എന്താ പറയുക, മടിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് അത്യാവശ്യം അവൾ പഠിക്കുകയൊക്കെ ചെയ്യും. അബി ആയാലും അന്ന് അബീൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോഴും അബീനെ പറ്റി മോശമായിട്ടൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഓനും അത്യാവശ്യമൊക്കെ പഠിക്കും. അപ്പോൾ നമുക്ക് പോകാനൊരു ധൈര്യമാണ് കേട്ടോ. എല്ലാ അമ്മമാരുടെ ഒന്നും ചീത്ത കേൾക്കുകയോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോവണ്ട. അതുകൊണ്ട് പോകാനൊരു മടിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ പോവുകയാണ്. ആ ഒരു കാര്യത്തിൽ മടിയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ പോവാനായിട്ട്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മുടിയൊക്കെ കെട്ടുകയാണ്. കുഞ്ഞൊരു മേക്കപ്പ് ഉണ്ട് കേട്ടോ. കുറച്ച് പൗഡർ ഇട്ടിരുന്നു, ഒന്ന് കണ്ണെഴുതിന്, ഒരു കുഞ്ഞ് കറുപ്പ് പൊട്ടും വെച്ചിന്. പിന്നെ അതാ മുടി ഇങ്ങനെയാണ് ഇപ്പോൾ കെട്ടൽ. നല്ല അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടേനി കേട്ടോ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടില്ല, എന്നാലും കുറച്ച് അത്യാവശ്യം. അപ്പോൾ ആ മുടിയൊക്കെ പോയി കേട്ടോ. പിന്നെ പ്രായമാവില്ലേ, അപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയാണ്. നമുക്ക് പോവട്ടെ. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അത് മതി. മുടിയൊന്നും ഇല്ലെങ്കിലും പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലേ. പിന്നെ ഇപ്പം എന്താ അമ്മൻ്റെ ഒക്കെ മുടിയൊക്കെ പോയത് ആലോചിക്കുമ്പോൾ ഇപ്പം നമ്മളെ മുടിയൊക്കെ ഏറ്റവും വലുതാണെന്ന് വിചാരിക്കുക. അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മൻ്റെ തോനെയുള്ള മുടിയൊക്കെ പോയില്ലേ. അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ മുമ്പ് ഈ മുടിയൊക്കെ തന്നെ ഏറ്റവും വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയമൊക്കെ അമ്മ ഒക്കെ കഴിഞ്ഞു പോയത് ആലോചിക്കുമ്പോൾ എന്താ അല്ലേ, തീരെ മുടിയില്ലാതെ തലയൊക്കെ മൊട്ടയായിട്ട്. അപ്പോൾ അതിലും ബെറ്ററാണ് നമ്മളെ മുടിയെന്ന് അങ്ങോട്ട് വിചാരിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ജീവിക്കാൻ പഠിക്കണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതിൽ സന്തുഷ്ടയാണ്. അപ്പോൾ അതാ ഒന്ന് കണ്ണെഴുതിയൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മളെ ഒരുക്കങ്ങൾ. കൂടുതലായിട്ട് ഒരുങ്ങണമെന്നില്ല. ഷാൾ കുത്തിയതൊന്ന് റെഡിയാണോ എന്നൊക്കെ നോക്കുക കേട്ടോ. ഏതൊരാളും ഇങ്ങനെ തന്നെയല്ലേ, മാറ്റിക്കഴിഞ്ഞാലൊന്ന് നോക്കുമല്ലോ അലമാരയിലേ. അതുപോലെ സാധാരണയായിട്ട് ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഓവറാക്കി ചളാക്കുകയല്ല, അതാരും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ ഇതാ വാതിലൊക്കെ ഉച്ചയ്ക്ക് നിന്ന് അടച്ചിട്ടതാ കേട്ടോ. റൂമിൽ കയറി ഒന്ന് കിടക്കുകയിനി. ഉച്ചയ്ക്കൊന്ന് അടച്ചിട്ട് പിന്നെ അത് തുറന്നു കഴിഞ്ഞാലൊന്ന് പൂട്ടിയിടണമല്ലോ. അമ്മ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നെ പാപ്പുമോളെ കൂട്ടിലേക്ക് തന്നെ ഇട്ടുന്നു കേട്ടോ. ആളവിടെ കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഓളോട് ഒന്ന് യാത്ര പറയണം. പറയാതെ പോയാൽ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ, കരയും. അപ്പോൾ പാപ്പുമോളെ ഇപ്പം വരട്ടോ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ സ്കൂളിലൊക്കെ എത്തി. നന്ദുമോളെ കണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് ടീച്ചർമാരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് ടീച്ചർമാർ അവളെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞു തന്ന്. അങ്ങനെ അവൾക്കൊന്ന് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ പറഞ്ഞ അമ്മ ഞാൻ ട്യൂഷന് ഇരിക്കില്ല, എനിക്ക് ഇരിക്കാൻ പറ്റൂലെന്ന്, കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്നും വൈകുന്നേരം ചായ കുടിക്കാൻ ഈ ചേട്ടൻ പൈസ കൊടുക്കലുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഇന്ന് അമ്മയ്ക്ക് ചായ വാങ്ങി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു എനിക്ക് അവിൽ മിൽക്ക് വാങ്ങി തരും അമ്മയെ ചോദിച്ചു. പറഞ്ഞു തണുപ്പല്ലേ അത് തിന്നണ്ട പറഞ്ഞു. അത് സാരമില്ല വാങ്ങിത്താന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവൾക്കൊരു അവിൽ മിൽക്ക് വാങ്ങി കൊടുക്കുക, കൂടെ എനിക്കും കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയതാട്ടോ. അപ്പോൾ ഞാൻ നന്ദുമോൾ ഓല് സാധാരണ കുടിക്കണം ഞങ്ങളെ മണ്ണൂർ വളവിലൊരു ബേക്കറിയാണ് ഇട്ടത്. ഇവിടെ വന്നിട്ടാണല്ലോ എല്ലാ സ്കൂൾ കുട്ടികളും വെള്ളമായാലും കടിയായാലും ഒക്കെ കുടിക്കുക ഇവിടെ വന്നിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള അവിൽ മിൽക്കൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്നത്. സമയം 5 മണിയൊക്കെ കഴിഞ്ഞിന്. എന്തായാലും മീറ്റിംഗ് 4 മണിക്ക് തുടങ്ങിയിട്ട് 5 മണീൻ്റെ അടുത്ത് വരെ ഉണ്ടായിനി. അപ്പോൾ അതും കഴിഞ്ഞ് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അതാ അവിൽ മിൽക്ക് എത്തിയെന്ന്. ഇനി അത് കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് യാത്ര. നടന്നിട്ട് തന്നെ പോകണം. ഓട്ടോ ഒന്നും വിളിക്കില്ല. ഞങ്ങൾ രണ്ടാളും ഉണ്ടല്ലോ വർത്താനം പറഞ്ഞ് അങ്ങനെ പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ അതാ മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്കുള്ള റൂട്ടുമ്പിലേക്കൊക്കെ എത്തിയെന്ന് കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ തിരിഞ്ഞ് വീട്ടിലേക്കുള്ള വഴികളിലേക്ക് എത്തി. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ 2 സൈഡിലായിട്ടും. അപ്പോൾ ഫുള്ളും ഗേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരും നമ്മൾ വീഡിയോ എടുത്ത് പോണതൊന്നും കാണൂല കേട്ടോ. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞങ്ങൾ വീടൊക്കെ എത്താനായതിനെ. പാപ്പുമോള് ഞങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ടാവും. ഇനി നന്ദുമോളെ കണ്ടാലുള്ളൊരു പ്രകടനമൊക്കെ കാണാം കേട്ടോ. കണ്ടോ ഞങ്ങളെ കണ്ടാൽ സന്തോഷമാണ് കേട്ടത്. ഇതാരെ കണ്ടാലും ഇങ്ങനെ കേട്ടോ വീട്ടിൽ. ഇനി വനീശേട്ടൻ വൈകുന്നേരം വന്നാലുണ്ടാവും ഭയങ്കര ഒരു കളിയൊക്കെ. ഇതൊക്കെയാണ് എന്നും പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് എന്നെ കണ്ടിട്ടാട്ടോ ഞാൻ വിട്ട് നിന്നിട്ട് എന്നെ പിടിക്കാൻ വേണ്ടി ഓടി വരിക കേട്ടോ. പിന്നെ തൊടണം
തൊടണം. അപ്പോൾ നന്ദുവിനായിട്ടുള്ള പുന്നാരക്കളി കഴിഞ്ഞിട്ട് പിന്നായിട്ടുള്ള കളി കേട്ടോ. അപ്പോൾ അതെന്താ ഇന്നായിട്ട് കളിക്കുകയാണ്. ഓൾക്ക് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഓളെ അമ്മയാണ് ഞാൻ, അനീഷേട്ട ഓളെ അച്ഛനാണ്, അതൊക്കെയാണ് ഓളെ വിചാരം കേട്ടോ. സത്യത്തിലും അത്രയ്ക്കും ബുദ്ധിയാണല്ലോ അല്ലേ ഇവർക്ക്. അപ്പോൾ നന്ദുമോൾ വേഗം കയറി ഓടി കഴിച്ചില്ലായതാട്ടോ. ഈ നന്ദുമോളെ പിടിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അവളപ്പോൾ തൊടണം, കണ്ടോ ഇങ്ങനെ ഇക്ലിയാക്കി കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആൾ. അപ്പോൾ ഞാൻ അവളെങ്ങനെ തൊട്ട് ഇക്ലിയൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. പോക്ക് ഭയങ്കര സന്തോഷമായി കണ്ടോ, എൻ്റെ കൈ പിടിച്ച് നിൽക്കണുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം അല്ലേ. ഇതാണ് സ്നേഹം, തിരിച്ചു കൊടുത്താൽ 100 ഇരട്ടി തരുമ്പൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓവറായിട്ട് വലിച്ചു നീട്ടിയൊന്നും പോകണില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.